ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കണ്ണിന് കുളിർമ കിട്ടുന്ന കുറച്ച് കാഴ്ചകളും പിന്നെ കുറച്ച് മെഡിസിൻ പ്ലാന്റ്സും ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോണിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഇലമുളച്ചി എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണിത്. ഇല മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യണത് കിഡ്നി സ്റ്റോണിനും മൂത്രത്തിക്കലിനൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 3 ഇല എടുത്തിട്ട് അരച്ചിട്ട് നാടൻ പശുവും പാലിൽ അരച്ച് കലക്കിയിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യണത്. അതും രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന പറയണത്. ഇത് നല്ല ഒരു ഔഷധമാണ്, നീർക്കെട്ടിനുമൊക്കെ നല്ലതാണെന്നൊക്കെ പറയണത് കേട്ടോ. ഇത് കേശവർദ്ധിനി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് പ്ലാന്റ് പേര് പോലെ തന്നെ കേശം വർദ്ധിക്കും കേട്ടോ. നല്ല തിക്നെസ്സിൽ മുടി വളരുകയും ചെയ്യും, മുടി കഴിച്ചിൽ മാറുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഈ പ്ലാന്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചിയിട്ടാണ് തേക്കണത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഗാർഡനിലും നമുക്ക് ഈ പ്ലാന്റിനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പൂന്തോട്ടം നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഈ പ്ലാന്റ് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ ഫേക്ക് ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ ഈ ലീഫിൻ്റെ നടുക്ക് ചുമന്ന വര വരുന്നതാണ് കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് ഒരിടയ്ക്ക് പ്രചരിച്ചിരുന്നില്ല. അതിന് പൊടി ഒരു മഞ്ഞ കളറിൽ പൊടിയായിരുന്നു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എന്ന് പറഞ്ഞ് വന്നിരുന്നത്. പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ ലേറ്റിഷ് നേരിയ ഒരു മഞ്ഞ മാത്രം ഉണ്ടാവുള്ള പൊടിക്ക് കേട്ടോ. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. പക്ഷേ ഇതേപോലെ സാമ്യമുള്ള 3-4 ചെടികൾ കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ കൂവയുടെ പ്ലാന്റിൻ്റെ ലീഫ് ഇതുപോലെ തന്നെ ഇരിക്കുന്നത്, അതുപോലെ നമ്മുടെ മാങ്ങിഞ്ചിയുടെ ലീഫിൻ്റെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയ മഞ്ഞളുണ്ടല്ലോ, സാദാ മഞ്ഞൾ, അതിൻ്റെ ലീഫും ഇതുപോലെ ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വലിപ്പം കുറവായിരിക്കും, നീളം കുറവായിരിക്കും. ഇപ്പം ഞാൻ ഷെയർ ചെയ്യണ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിനാണ്. ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ് കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അതിൻ്റെ ലീഫാണ്. ഈ ലീഫിന് പ്രത്യേകത കണ്ട ചെറിയ ലീഫുകളാണ്, അതിന് നീളം കുറവാണ്, വലിപ്പം വീതിയൊക്കെ കുറവാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ബിരിയാണി കൈത എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ കൈത ഗ്രൂപ്പിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫാണ് യൂസ് ചെയ്യണത്. ഈ ലീഫ് ഉണക്കിയിട്ട് ആണ് ഈ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം തിളക്കുമ്പോൾ തന്നെ ഈ ലീഫ് കൂടി ഇട്ട് കൊടുത്താൽ കറുകപ്പെട്ട കറിയാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കൂലേ, ആ കൂട്ടത്തിൽ കൂടി ഈ ലീഫ് കൂടി ഇട്ട് കൊടുത്താൽ ആ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ നല്ലൊരു ഫ്ലേവറായിരിക്കും ലഭിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഈ ലീഫ് വെച്ചിട്ട് നമ്മുടെ കടലപ്പയർ, പരിപ്പ്, അരി ഇവ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, കേടുകൂടാതെയൊക്കെ ഇരിക്കാനായിട്ട്, ഉച്ചവും അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഈ ലീഫ് കൂടി ആ ടിന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടൊന്നും വരാതിരുന്നോളൂ കേട്ടോ. ഈ പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ കടക്കുന്ന പുതിയ തൈകൾ പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുതിയ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യണത്. ഇത് ആദ്യ ഘട്ടങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ പോട്ടിലൊക്കെ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ട. പിന്നെ കുറച്ച് നന്നായിട്ട് വലുതാകുമ്പോൾ നമ്മൾ ഈ പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുക്കുകയോ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ചെയ്യും പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു താഴത്തോട്ട് പറമ്പിലൊക്കെ നട്ടു കൊടുക്കാനും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ജാതിക്കയാണ് കേട്ടോ. ജാതിക്ക ഒരു നല്ല സ്പൈസസ് ആണല്ലേ. ജാതിക്ക നമുക്ക് നമ്മുടെ ജാതിക്ക തോട് അടിപൊളി സാധനമാണ് കേട്ടോ. അത് വെറുതെ ഉപ്പ് കൂട്ടത്തിലാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അച്ചാറിട്ടാലും നല്ല കിടിലനാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ജാതിക്കയുടെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ജാതിക്കക്കുരുവും ജാതിപത്രിയുമാണ് കേട്ടോ. ഇത് നല്ല വില കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ നല്ല വില കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്ത ജാതിക്ക മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ജാതിക്ക മൂക്കുമ്പോൾ ഇത് പൊട്ടും. അപ്പോൾ ആ കുരു അതുമെന്ന് പത്രി കീറിപ്പോകാതെ, അതായത് പൊടിഞ്ഞു പോകാതെ കറക്റ്റ് ഷേപ്പിൽ തന്നെ പത്രിനെ അടർത്തിയെടുക്കണം. പത്രിയും ജാതിക്കക്കുരുവും നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ആ തോടിൻ്റെ ഉള്ളിൽ കുരു കുലുങ്ങും.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ കുട്ടികൾക്കും അതുപോലെ നമുക്കൊക്കെ വയറുവേദനയൊക്കെ വരുമ്പോൾ ഈ ജാതിക്കക്കുരു ചുട്ടെടുത്തിട്ട് അതിൻ്റെ തോട് പൊട്ടിച്ചിട്ട് ജാതിക്കക്കുരു അമ്മിമള ഒക്കെ അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവില്ല, നമ്മളിപ്പോൾ ചെറിയ കല്ലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും കല്ലിൽ നമ്മൾ ഉരച്ചെടുത്തിട്ടത് ചെറുതനിൽ ചാലിച്ച് കൊടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അത് ആർക്കായാലും യൂസ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എമൗണ്ട് ഇന്ന് നമ്മൾ അരച്ചെടുക്കണതിൻ്റെ അളവുണ്ടല്ല, അത് ഒരുപാടാകാതെ നോക്കണം കേട്ടോ. ചെറിയ പൊള്ളലൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ചെറിയൊരു ക്വാണ്ടിറ്റി തന്നെ അരച്ചെടുത്തിട്ട് തേനിച്ചരച്ച് കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദന പെട്ടെന്ന് മാറിക്കോളും കേട്ടോ. ഈ പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാങ്ങയിഞ്ചിയുടെ പ്ലാന്റ് കേട്ടോ. ഇത് നല്ല വളക്കുറവുള്ള ഏരിയയിൽ നിൽക്കുന്നതാണ് ഇത്രയും ഗ്രോത്തിൽ നിൽക്കുന്നത് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല നീളമുള്ള ലീഫുമായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ നട്ടുണ്ടെങ്കിൽ ഇത്രയും വലിപ്പത്തിൽ ലീഫുകളും പ്ലാന്റും വരില്ല. പക്ഷേ മാങ്ങഞ്ചി ഉണ്ടാക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മാങ്ങഞ്ചി ഉണ്ടാകുകയും ചെയ്യും. ഇത്രയും നല്ലൊരു വളക്കുറവും അതുപോലെ വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നട്ടുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നല്ല ഗ്രോത്തിൽ നിൽക്കുന്നത് കേട്ടോ. ഈ മാങ്ങഞ്ചിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ ദഹന പ്രക്രിയക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇഞ്ചി ചേർത്ത് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ദോശക്കും അതുപോലെ വെറുതെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ചമ്മന്തി ഒക്കെ അരക്കാൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ മാങ്ങഞ്ചി എന്ന് പറയുന്നത്. വേറെ അസുഖങ്ങൾക്കൊക്കെ കുറേയൊക്കെ ഒരു ആശ്വാസം കിട്ടും കേട്ടോ മാങ്ങഞ്ചി കൂട്ടിക്കഴിഞ്ഞാൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.